പഴയ കാലമാണോ ഇന്നത്തെ കാലമാണോ കൂടുതൽ നല്ലത്? പലരും ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് പഴയ തലമുറയിലുള്ളവരും പറയുന്ന ഒരു കാര്യമുണ്ട്, പഴയ തലമുറയാണ്, അന്നത്തെ കാലഘട്ടമാണ് ഏറ്റവും നല്ലത് എന്ന്. അങ്ങനെ പറയാൻ കാര്യം അവർ വർണ്ണിക്കും. ഒരു നെസ്റ്റാൾജിയ, ഗൃഹാതുരത്വം, പരന്നു കിടക്കുന്ന വയലേലകളും അതുപോലെ തന്നെ വരമ്പുകളും കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന പ്രകൃതി ഭംഗിയും ഒക്കെ വർണ്ണിക്കുകയും ഒക്കെ ചെയ്യും. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുകയും ആ കാലഘട്ടത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് ശാസ്ത്രീയമല്ല. ആ പറഞ്ഞത് തെറ്റാണ്. ഇങ്ങനെ പറയുന്നവർ അവരുടെ ഭൂതകാലത്തിൽ അവർക്ക് കിട്ടിയ ആ സന്തോഷത്തിൻ്റെ പ്രതിഫലനമാണ് കാണിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള നല്ല കാലം എന്ന് പറയുന്നത് പുതിയ കാലം തന്നെയാണ്. ഇനി അടുത്ത കാലഘട്ടം വരുമ്പോഴും അത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, അന്ന് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ വള്ളി നിക്കർ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ദേഹം മുഴുവൻ പുണ്ണ് പിടിക്കും. അത് ചെരങ്ങെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. തലയിലും ദേഹത്തുമല്ല ഉന്തിയ വയറ്, മൂക്കൊലിക്കാത്ത ഒരു കുട്ടിയുമില്ല, വിവിധ രീതിയിലുള്ള രോഗങ്ങൾ. ഇന്ന് അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ശാസ്ത്രം വളർന്നു, വൈദ്യശാസ്ത്രം വളർന്നു, അവർക്ക് രോഗപ്രതിരോധത്തിനുള്ള മരുന്നുകൾ കൊടുത്തു, പ്രതിരോധ ഇഞ്ചക്ഷനുകൾ കൊടുത്തു. അങ്ങനെ പല രോഗങ്ങളിൽ നിന്നും അവർ വിമുക്തി നേടി. ഇന്ന് ദേഹത്ത് മുഴുവൻ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുക, ചെരങ്ങുള്ള മൂക്കൊലിച്ച് കിടക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നാം ആരോടാണ് നല്ലതെന്ന് പറയാൻ കടപ്പെട്ടിരിക്കുന്നത്? പുതിയ കാലഘട്ടത്തോട് തന്നെയാണ്. എൻ്റെ ഗ്രാമത്തിൽ ഒരു ടെലിഫോണായിരുന്നു, ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ. അത് കഴിഞ്ഞാൽ പിന്നെയും എത്രയോ കിലോമീറ്റർ കഴിഞ്ഞാണ് അടുത്ത ടെലിഫോൺ ഉള്ളത്. വീട്ടിലെ ടെലിഫോണാണ്. ഞാൻ നഗരത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്, എൻ്റെ അനുഭവമാണ്. അപ്പോൾ ഗ്രാമത്തിലും കുഗ്രാമത്തിലും ഒക്കെ ഉള്ള സ്ഥിതി എന്തായിരിക്കും? ഇന്ന് നമ്മുടെ കയ്യിലെല്ലാം ഫോണുണ്ട്, ആരുമായിട്ട് സംസാരിക്കാം, ഏത് മനുഷ്യരുമായിട്ടും സംസാരിക്കാം, നേരിട്ട് കാണാം. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, ഏത് വിവരവും വിരൽത്തുമ്പിൽ. അങ്ങനെയുള്ള ഈ കാലഘട്ടമാണോ നമുക്ക് നല്ലതല്ലാത്തത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. എപ്പോഴും പുതിയ കാലഘട്ടം തന്നെയാണ് നല്ലത്. ഇതിൽ പുതിയ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന, അതായത് പുതിയ തലമുറയോട് പലപ്പോഴും നമുക്ക് അസൂയ തോന്നും. കാരണം അവർ ജനിച്ച ഈ കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജനിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇന്ന് നമ്മൾ അത് ആർജിച്ചെടുക്കുകയാണ്. പുതിയ തലമുറ അവർ ജനിച്ചു വീഴുന്നത് തന്നെ ഇൻ്റർനെറ്റിനുള്ളിലാണ്. നമ്മൾ ഈ ഇൻ്റർനെറ്റും അതിൻ്റെ സംവിധാനങ്ങളും നമ്മൾ പഠിച്ചാണ് എടുക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് അറിവില്ല അതിൽ. എന്നിട്ട് പോലും നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ എത്ര വലുതാണ്. ഇത് ചിന്തിക്കാതെയാണ് പഴയ തലമുറ കൊള്ളാം, ഒരു നെസ്റ്റാൾജിയ എന്ന നിലയിലും പിന്നെ കുടുംബ ബന്ധങ്ങളിൽ കുറേ പവിത്രത. അത് എല്ലാ കാലഘട്ടത്തിലും അതുണ്ടായിരുന്നു. അതിനു മുമ്പ് അതിനേക്കാൾ പവിത്രതയുണ്ടായിരുന്നു. നമ്മുടെ അപ്പൂപ്പൻ്റെ കാലത്തിൽ വലിയ പവിത്രത ഉണ്ടായിരുന്നു, അടുപ്പം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് വേറെ പണിയൊന്നുമില്ല. പാടത്ത് പോയി എന്തെങ്കിലും പണി ചെയ്യുക, അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യുക, പിന്നെ വീട്ടിൽ വരിക. കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢമാകും. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അവർ പലയിടങ്ങളിൽ പോകുന്നു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഇവിടെ ഒറ്റയ്ക്കായിരിക്കും, ആ ബന്ധം കുറഞ്ഞു. അപ്പോൾ അതിനെ നാം കാണുന്നത് ഒരു നെഗറ്റീവായിട്ടാണ്. കാരണം കാലം മാറുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ ഒരു വൃദ്ധൻ, പ്രായമായ ആൾ, വയോധികൻ സ്വാഭാവികമായിട്ടും വയോജന കേന്ദ്രത്തിൽ പോകേണ്ടി വരും. അത് അങ്ങനെയാണല്ലോ. അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. ഇതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പലരും പ്രചരിപ്പിക്കുന്നത് പഴയ കാലമാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ കാലം ഇന്നത്തെ കാലം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പറയുന്നവർ തന്നെ ഈ ആധുനിക കാലഘട്ടത്തെ എല്ലാ സൗകര്യങ്ങളെയും, വാഹനങ്ങളെ ആയാലും വിമാനങ്ങളെ ആയാലും ഇതൊക്കെ ഉപയോഗിക്കുന്നവർ തന്നെയാണ്. നമുക്ക് ഇന്ന് ഏറ്റവും കുറഞ്ഞ കൂലിയിൽ തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യാം. എന്തെല്ലാം സൗകര്യങ്ങളാണ്. പഴയ സ്കൂളുകളാണോ ഇന്ന്? അതുപോലെ തന്നെ സിനിമ വീട്ടിലിരുന്ന് നമുക്ക് കാണാം. അന്ന് ഒരു സിനിമ കാണണമെങ്കിൽ എത്രയോ നാഴിക നടന്നു പോയി വേണം ഒരു തിയേറ്ററിൽ കാണാൻ. കണ്ടിട്ട് നമ്മൾ നടന്ന് വീട്ടിൽ വരണം. ഇന്ന് അങ്ങനെ ഉണ്ടോ? 2 വീലർ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതുമാത്രമല്ല, വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കാണാമല്ലോ ഏത് സിനിമയും. പുതിയ സിനിമകൾ വരെ തന്നെ കാശ് കൊടുത്ത് കാണാവുന്ന സംവിധാനം നമുക്ക് ഇൻ്റർനെറ്റ് വഴി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഏത് സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാം, വീട്ടിൽ കൊണ്ടുതരും. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതായിരിക്കത്തില്ല സ്ഥിതി. അതായത് നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അവസ്ഥ പഴഞ്ചനാവും.
അന്നുള്ളവർ പറയും, ഇന്നത്തെ തലമുറ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പറയും, ഓ ഞങ്ങളുടെ തലമുറയായിരിക്കുന്നു കൊള്ളാവുന്നത്. പക്ഷേ ആ തലമുറ പറയും അല്ല, കാരണം ഞങ്ങൾ ഗ്രഹാന്തര ജീവിയാണ്, ഞങ്ങൾ മറ്റ് ഗ്രഹങ്ങളിൽ താമസിക്കുന്നവരാണ്, നിങ്ങൾ ഭൂമിയിൽ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് പറയും. ഇതാണ് ഈ വ്യത്യാസം.